ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കോ നിങ്ങളെയോ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ ആ ജീവിതം അർത്ഥശൂന്യമാണ്. കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. കരയാം, നമ്മുടെ സങ്കടങ്ങൾ തീരുവാൻ വേണ്ടി മാത്രം. ചിരിക്കാം, നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ മാത്രം. എന്നാൽ ഒരിക്കലും മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുകയോ അവരുടെ വീഴ്ചയിൽ സന്തോഷിക്കുകയോ ചെയ്യരുത്. മനുഷ്യൻ രണ്ടു കാര്യങ്ങളിൽ നിസ്സഹായനാകുന്നു. ഒന്ന്, ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന്, സന്തോഷം വാങ്ങാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവരുടെ തെറ്റും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവുമൊക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല. ജീവിതത്തെ അളക്കുന്നത് നാം എടുക്കുന്ന ശ്വാസത്തിന്റെ എണ്ണം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ശ്വാസം നിലയ്ക്കുന്ന ചില നിമിഷങ്ങൾ കൊണ്ടാണ്. വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത്. അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്. സ്നേഹിക്കുന്നില്ല എന്ന് നടിക്കുന്നത് പൊതുവെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ ശീലമാണ്. അതൊരു വൈകാരിക പ്രതിരോധ രീതിയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ അതത് സമയങ്ങളിൽ ചെയ്തു തീർത്തില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത വിലപ്പെട്ട സമയമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് ഓർക്കണം. മറ്റുള്ളവരെ വിലമതിക്കാതെ ഞാൻ എന്നെ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന ശീലം പരാജയപ്പെടുന്നവരുടെ ഒരു മോശം ഗുണമാണ്. ഇങ്ങനെയുള്ളവരെയാണ് സമൂഹം വില കുറച്ച് കാണുന്നത്. ഹൃദയം നല്ലൊരു കൃഷിയിടമാണ്. അവിടെ എന്തു വേണമെങ്കിലും നടാം. സ്നേഹം, വെറുപ്പ്, ഭയം, പ്രത്യാശ, പ്രതികാരം, അസൂയ എല്ലാം നന്നായി വളരുകയും കായ്ക്കുകയും ചെയ്യും. എന്തു കൊയ്തെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. കഠിനമായ വഴികൾ ഒരുപാടുണ്ടാകും, മുറിവുകൾ ഉണ്ടാകും, തളർന്നു പോയെന്നിരിക്കും. പിന്മാറാതിരിക്കുക, സമയമെടുക്കും, പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കില്ല. ശരികൾ പിന്തുടരുക, തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് ദൃഢനിശ്ചയമെടുക്കുക. ചെയ്ത തെറ്റുകൾ തിരുത്താനോ പ്രായശ്ചിത്തം ചെയ്യുവാനോ ഈ നിമിഷത്തിൽ കഴിയുമെങ്കിൽ എത്രയും വേഗം അങ്ങനെ ചെയ്യുക. ഒറ്റയ്ക്കായിരിക്കുക എന്നതിനെ ഭയപ്പെടരുത്. കാരണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടേത് മാത്രമാണ്. ചിലരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ചിലരെ ഒരായുസ് മുഴുവൻ കൂടെ ഉണ്ടായാലും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. സുന്ദരിയായ സ്ത്രീകൾ അപൂർവമായി സന്തോഷവതികളായിരിക്കും. ബുദ്ധിയുള്ള പുരുഷന്മാർ അപൂർവമായി സുന്ദരന്മാരുമായിരിക്കും. കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് നമ്മളെ ചേർത്ത് നിർത്തിയവർ നാളെ നമ്മെ മാറ്റി നിർത്തിയേക്കാം. മനസ്സിലെ മുൻഗണന മാറുമ്പോൾ സ്ഥാനത്തിന് മാറ്റം വരാം. ആരുടെയും മുന്നിൽ വ്യക്തിത്വം അടിയറവ് വെക്കരുത്. നമ്മുടെ വ്യക്തിത്വം മാനിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ കഴിയണം. സ്നേഹം മറ്റെന്തിനേക്കാളും വ്യത്യസ്തമാണ്. കാരണം ഒരാളെ സന്തോഷിപ്പിക്കാനും അതിനേക്കാൾ സങ്കടപ്പെടുത്താനും സ്നേഹത്തിനേ കഴിയൂ. നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കുക. നിങ്ങൾ സ്ഥിരമായി നൽകുന്ന പരിശ്രമത്തിൽ നിന്നാണ് വിജയമുണ്ടാകുന്നത്. പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നത്. വിജയിക്കാൻ തീരുമാനിച്ചവർ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടുന്നില്ല. നമ്മൾ വിജയിക്കുകയാണെങ്കിൽ യഥാർത്ഥ ശത്രുക്കളെയും വ്യാജ സുഹൃത്തുക്കളെയും സമ്പാദിക്കും. എന്ത് തന്നെയാണെങ്കിലും വിജയിക്കുക. ഏതു നേരവും നമ്മൾ ഒരു വ്യക്തിയെ വിലയിരുത്തിക്കൊണ്ടിരുന്നാൽ അവരെ സ്നേഹിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. ഏതൊരാൾക്കും തുടക്കത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ ഏതൊരു ചെറിയ കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയും. മടിയുള്ള ഒരു വ്യക്തി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുകയും മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തീരുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വർഷവും പുതിയ സുഹൃത്തുക്കളെ ലഭിച്ചേക്കാം. എന്നാൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ബാല്യകാല സൗഹൃദങ്ങൾക്ക് പകരമായി മറ്റൊന്നും ഉണ്ടാകില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മറ്റൊരാളെ സ്നേഹിക്കുന്നത് കാണുന്നതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലൊന്ന്.
ഒരു കുട്ടിക്ക് ഒരു മുതിർന്ന വ്യക്തിയെ 2 കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. 1. ഒരു കാരണവുമില്ലാതെ സന്തുഷ്ടനാകുക. 2. എപ്പോഴും എന്തെങ്കിലും തിരക്കിലായിരിക്കുക. ചുറ്റിലും 1000 പേരുണ്ടായിട്ടും അവർക്കിടയിൽ നമ്മെ തിരയാൻ ഒരാളുണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. നിങ്ങളുടെ ചിന്തകൾ മാറ്റുക. നിങ്ങൾ നിങ്ങളുടെ ലോകത്തെ മാറ്റും. വലിയ സ്വപ്നങ്ങൾ കാണുകയും പരാജയപ്പെടാനുള്ള ധൈര്യം നേടുകയും ചെയ്യുക. പ്രശ്നങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം സ്വയം തിരിച്ചറിയുവാനും ഉയർന്നു വരുവാനും നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും നമ്മോടൊപ്പം നിൽക്കുന്നവരെയും കണ്ടെത്താൻ കഴിയുക. ജീവിതത്തെ ഒരു ഓട്ട മത്സരത്തിനോട് ഉപമിക്കാം. പക്ഷേ വിജയിയാകുന്നത് ആദ്യം ഓടിയെത്തുന്നവരല്ല, അവസാനം വരെ ഓടുന്നവരാണ്. ഒരു പുരുഷൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായവും സ്നേഹവും പരിഗണനയും ആത്മാർത്ഥതയും കാട്ടിയിട്ടുണ്ടെങ്കിൽ ആ പുരുഷനെ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾക്ക് തീരാ ദുഃഖമാണ്. ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുന്നവരാണ് അണയാത്ത വിളക്കാകുക. അല്ലാത്തവർ വിളക്കാകും, പക്ഷേ വെളിച്ചമുണ്ടാകില്ല. കരയാതെ തളരാതെ പിടിച്ചു നിൽക്കുന്നവരെ ഭയപ്പെടണം. കാരണം ഏറ്റവും വലിയ പ്രതിസന്ധികളെ തോൽപ്പിച്ചിട്ടുള്ളവർക്കേ അത് സാധിക്കൂ. നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കുക. ആശ്രയിക്കാതെ ജീവിക്കാൻ ശീലിച്ചാൽ പൂർണ്ണ സന്തോഷം കണ്ടെത്താം. സ്നേഹം ചേർത്തെഴുതുമ്പോൾ വെറും ഒരു വാക്ക് മാത്രമാണ്. ചേർത്ത് പിടിക്കുമ്പോൾ ആ വാക്കിന് അർത്ഥങ്ങൾ അനേകമാണ്. യഥാർത്ഥ ബന്ധുക്കളെയും സ്നേഹിതരെയും തിരിച്ചറിയണമെങ്കിൽ നാം രോഗത്തിലോ മറ്റു പ്രതിസന്ധിയിലോ അകപ്പെടണം. അന്നേരം നമുക്കറിയാം ചില കാപട്യത്തിന്റെ പൊയ്മുഖങ്ങൾ. നമ്മളെ മറ്റുള്ളവർ അസ്വസ്ഥരാക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ ശ്രമിച്ചാൽ പ്രതികരിക്കരുത്. കാരണം അവരെ സന്തോഷിപ്പിക്കുക എന്നത് നമ്മുടെ ജോലിയല്ല. ആദ്യം ക്ഷമ ചോദിക്കുന്നവനാണ് ഏറ്റവും ധീരൻ. ആദ്യം ക്ഷമിക്കുന്നവനാണ് ഏറ്റവും ശക്തൻ. ആദ്യം മറക്കുന്നവനാണ് ഏറ്റവും സന്തുഷ്ടൻ. ഒന്ന് വീണുപോയാൽ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ കൂട്ടിവെച്ച സമ്പത്തിനാകില്ല. അതിനൊരു കൈത്താങ്ങ് തന്നെ വേണം. ഓർക്കുക, സമ്പത്തിനേക്കാൾ മൂല്യം മനുഷ്യബന്ധങ്ങൾക്ക് തന്നെയാണ്. ആർക്കും തിരികെ പോയി പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ മുതൽ പ്രയത്നിച്ച് നല്ലൊരു അവസാനം രൂപപ്പെടുത്താൻ കഴിയും. എരിയുന്ന തിരിയും പകരുന്ന അഗ്നിയും എന്നും പ്രകാശം പരത്തുന്നു. നന്മയുടെ പ്രകാശം പരത്തുന്ന പൊൻകിരണങ്ങളാണ് നിങ്ങളിൽ നിന്നും പ്രവഹിക്കുന്നതെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരുടെ വിമർശനങ്ങളിൽ തളരേണ്ടതില്ല. ജീവിതത്തിലെ നേട്ടങ്ങൾ മാത്രം വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും സംതൃപ്തനായിരിക്കും. എന്നാൽ ജീവിതത്തിൽ ഇല്ലാത്തതിനെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മതിയാകില്ല. ചിന്തിക്കുക, പ്രശ്നപരിഹാരത്തിന് എപ്പോഴും ഒരു പുതിയ വഴി മുന്നിലുണ്ടാകും. അത് കണ്ടെത്തുക. അതായിരിക്കും ജീവിത വിജയത്തിന് ആധാരം. വിധിയിൽ വിശ്വസിച്ചു മാത്രം നേട്ടമുണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ വളർത്തിയെടുക്കുന്ന മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. നിത്യവും സന്തോഷകരമായി ചിന്തിക്കാൻ ശീലിക്കുക. നമ്മുടെ ജീവിതത്തിൽ ശരിയെന്ന് തോന്നുന്ന തീരുമാനങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കുക. മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിനു വേണ്ടി ആവരുത് നമ്മുടെ ജീവിതം. തുടക്കം അത് ഇന്നിൽ നിന്നാവണം. നാളെ ആവുമ്പോൾ വീണ്ടും അത് നാളത്തേക്ക് മാറ്റപ്പെടും. ഒരു കാര്യം നടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ മുൻപിൽ കാണുന്നതെല്ലാം സാധ്യതകളായിരിക്കും. മറിച്ചാണെങ്കിൽ എല്ലാം തടസ്സങ്ങളും. തന്നെയും അതുപോലെ മറ്റുള്ളവരെയും വഞ്ചിക്കാത്ത മനസ്സിനുടമയെ ഏതൊരു സ്ത്രീയും ഒരുപാട് സ്നേഹിക്കുന്നു. അറിഞ്ഞുകൊണ്ട് ആരും തെറ്റിലേക്ക് എടുത്തു ചാടില്ല. പക്ഷെ അറിയാതെ തെറ്റു പറ്റിയെന്ന് തോന്നിയാൽ ആ തെറ്റ് തിരുത്താതിരിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യാത്തവർ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരെക്കാൾ കുറ്റകരമായി മാറുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.